ഇന്നൊരു സന്തോഷക്കഥയാണ് കേട്ടോ. ഈ ഒരു ടെറ്റ് ഉണ്ടല്ലോ, കിട്ടില്ല എന്ന് വിചാരിച്ച് കിട്ടിയതാട്ടോ. എൻ്റെ ബാക്കിൽ എൻ്റെ മേമയും എൻ്റെ സുജാ ടീച്ചറും അർച്ചുവും നന്ദും ഒക്കെയാണ് കേട്ടോ. എന്തായാലും കിട്ടി. അതിൻ്റെ ഒരു സന്തോഷത്തിന് ഞങ്ങളെന്താ ഇതവിടുന്ന് താക്കുഷി മന്തി, നമ്മളെ പണ്ടത്തെ റൊമാൻസിയാണേ, ഒന്നും നോക്കിയില്ല, എല്ലാവർക്കും ഫുഡ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളെ സന്തോഷം ഇപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയല്ലേ പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എൻ്റെ കണ്ണിന് കസാരയൊക്കെ സെറ്റാട്ടോ, കുഴപ്പമില്ല കേട്ടോ, അടിപൊളിയാണ് ഇവിടുത്തെ ഫുഡ്. ഞങ്ങൾ മന്തിയാണ്, എന്തൊക്കെയോ പുതിയ പുതിയ ഓരോ നെയ്മാട്ടോ. ഏതായാലും നോർമലിൻ്റെ പകരം വേറെ എന്തോ ആണ് ഓർഡർ ചെയ്തത്. എല്ലാവരോടും ചോദിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിട്ട് അങ്ങനെ വാങ്ങിച്ചു. നമ്മളാകിയൊക്കെ പിന്നെ എല്ലായിടത്തും കയറി കഴിച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് അവനെ എല്ലാതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ അറിയാം. അവരോടും ചോദിച്ചു, കുഴപ്പമില്ല എന്നിട്ട് അങ്ങനെ ഓർഡർ ചെയ്തായിരുന്നേ. എന്തായാലും സംഗതിയൊക്കെ എത്തി, ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി. ഇവനാണെങ്കിൽ ഫുൾ ബിസി കേട്ടോ. ഇതിൽ ഏറ്റവും കൂടുതൽ ബിസി അവനാ, ഏറ്റവും ചെറുത് ഒരാൾ, ഏറ്റവും ബിസി അവരാണ്. നന്ദുവിനെ ഒഴിച്ചിട്ടോ, നന്ദുവിനും ചെക്കനെയും അല്ലാതെ ഞാൻ പറഞ്ഞത്. ഫോണോട് ഫോണ്, അവരെ ഫ്രണ്ട്സ് വിളി തന്നെ വിളി. അവൻ സ്വാമിഭിഷേകം ഒഴിവാക്കിയിട്ടാണ് കേട്ടോ ഇവിടെ ഈ ചിക്കൻ കാല് കടിച്ച് മുറിച്ച് വലിക്കുന്നത്. എന്തായാലും അർജുനുണ്ട്, അഗിയുണ്ട്, അമ്മുണ്ട്, നന്ദുണ്ട്, പിന്നെ ഇതാ എൻ്റെ ഹസ്ബൻഡുണ്ട്, എൻ്റെ കണ്ണനുണ്ട്. അവിടെ മയോണൈസൊക്കെ കഴിക്കാൻ തുടങ്ങണം, ഒന്ന് ഫോട്ടോ എടുക്കട്ടെ അറപ്പക്കാരുടെ. എന്തായാലും അവിടെ നിന്ന് കഴിച്ചിറങ്ങി. പിന്നെ നമ്മുടെ സ്ഥിരം ചടങ്ങ്, നമ്മുടെ ആ ജീരകം മിഠായി, നല്ല ടേസ്റ്റല്ലേ, അതൊന്ന് കുറച്ച് അങ്ങോട്ട് എടുത്തു, ഒന്നും നോക്കിയില്ല. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി. കണ്ണൻ അവിടെ എല്ലാവരുടെയും വാതിലും എല്ലാവരും അതിനെ പോകേണ്ടത് നോക്കിക്കൊണ്ട് നിൽക്കണേ. പുറത്തിറങ്ങിയിട്ട് കുറച്ചൊരു ആഹ്ലാദ പ്രകടനമൊക്കെ കഴിഞ്ഞു. പിന്നെ അർജു അഗി സ്കൂട്ടർമായിരുന്നു കേട്ടോ. അപ്പോൾ അർജു പറഞ്ഞു, അർജുൻ്റെ വക ഐസ്ക്രീം ആയിക്കോട്ടെ, ഐസ് ആയിക്കോട്ടെ, മെമ്മറൈസ് നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അവനവിടെ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. അങ്ങനെ അവിടെയും ഇരുന്ന് അടിച്ച് വിളിച്ചു. എത്ര ഐസാണ് കഴിച്ചെന്നൊരു കണക്കുമില്ല കേട്ടോ. പാവം അർജുൻ്റെ കീശ കീറിക്കാണും. എന്തായാലും എല്ലാവരും എല്ലാ ഫ്ലേവറും ഒരുവിധം ടേസ്റ്റ് ചെയ്തിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഐസ്ക്രീമൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. കിട്ടില്ല എന്ന് കിട്ടിയതിൻ്റെ ഒരു സന്തോഷമാണ്. കിട്ടില്ല എന്ന് വിചാരിച്ച് നടക്കുകയായിരുന്നു, ഇനി അത് എഴുതില്ല എന്നും കരുതിയിരിക്കുകയായിരുന്നു. എന്തായാലും ദൈവത്തിന് നന്ദി.